എനിക്കും പേടിയല്ലേ, അങ്ങനെ ആരെങ്കിലൊക്കെ അറിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടല്ലേ. എനിക്കറിയാം. ഞാനും എന്താ പറയാ, അങ്ങനല്ല, മറ്റേ വീട്ടിലൊന്നും അറിയാണ്ട് ഏട്ടന്റെ നമ്പർ ആയിട്ടാണ്. മനസ്സിലായി. അതുപോലെ എപ്പോഴും വിളിക്കരുത് കേട്ടോ. ഇല്ല നിങ്ങള് പിന്നെ വിളിക്കരുത് കേട്ടോ. ഇത് ഞാൻ പിന്നെ നിങ്ങള് ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഒരു സേഫായി തോന്നിയോണ്ടാണ് ഞങ്ങൾക്ക് നമ്പർ തന്നത്. ഓക്കെ ഓക്കെ. എന്താ ചെയ്യുന്നത്? ഞാൻ പഠിക്കുക. എന്താ പഠിക്കുന്നത്? ഞാൻ +1 പഠിക്കുക. വീട്ടിലാരില്ല? വീട്ടില് മറ്റേ അല്ല, ഇവിടെ ചേച്ചി മാത്രമേ, ചേച്ചിയും പിന്നെ ഇവിടുത്തെ സെർവന്റും ഉള്ളത്. എനിക്ക് ഗൂഗിൾ പേ ഉണ്ടോ? എങ്ങനെ? എനിക്ക് ഗൂഗിൾ പേ ഒന്നുമില്ല. ഓക്കെ ഓക്കെ. എന്നാ ഞാൻ തിരിച്ചു വിളിക്കുക. കാരണം എന്താ പറയാ, ക്യാഷ് ആക്കി വരട്ടെ. ഗൂഗിൾ പേയിലുള്ളൂ ക്യാഷ്. എവിടെ കാണാൻ പറ്റാണ്? എവിടേക്കും നിങ്ങൾ കാണാൻ വരിക? അതെ അതെ അതെ. അന്വേഷിക്കൊന്നും വേണ്ട, അണ്ടിക്കോട് ഇറങ്ങാം. ഓക്കെ ഓക്കെ. വീട്ടിൽ ആരും ഉണ്ടാവില്ലല്ലോ? പോടാ അവിടുന്ന്. ഞാൻ അങ്ങനെ പറയൂ, എന്നെ കൊണ്ടുവരുവോ? അല്ല, എനിക്ക് അറിയില്ല, പേടിയായിട്ട് ചോദിക്കുന്ന. കാണാൻ എങ്ങനെയാ? എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചുതരാൻ പേടിയായിട്ടാ. പൊന്നും മോനെ, ഞാൻ ഈ അടുത്താണ് ഇത് ആപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒരു 3 ദിവസമായിട്ടുള്ളൂ. 3 ദിവസമായിട്ടേ ഉള്ളൂ. എന്റെ ഒരു സുഹൃത്ത് എനിക്ക് ആക്കി തന്നതാ. എനിക്ക് വലിയ ആൾക്കാർ ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു 20, 21, 22 വരെ. ഞാൻ ആകെ 17 ആയിട്ടേ ഉള്ളൂ. നിങ്ങളെ വീട്ടിൽ ക്യാമറ ഒന്നും ഇല്ലല്ലോ? അങ്ങനല്ല, CCTV ഒന്നും ഇല്ലല്ലോ? വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ടു പോസിറ്റീവ്. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യധാരാ പത്രങ്ങളാകട്ടെ മാധ്യമങ്ങളാകട്ടെ ധാരാളം റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഗ്രിൻഡർ ആപ്പിനെ പറ്റി. വേട്ടക്കാർ ജാഗ്രത എന്നൊക്കെ പറഞ്ഞുള്ള ഹെഡ്ലൈനോടുകൂടി നമ്മുടെ പോലീസ് സേന ഉണർന്നു പ്രവർത്തിക്കുന്നു, മറ്റു അമർച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം ന്യൂസുകൾ വരുന്നുണ്ട്. നല്ല കാര്യം തന്നെ. പക്ഷേ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാം, ഞങ്ങൾ എത്രയോ വർഷം മുമ്പ് ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഈ ആപ്പിനെ പറ്റി ഞങ്ങൾ കൃത്യമായിട്ടുള്ള വാർണിംഗ് കൊടുത്തതാണ്. പക്ഷേ നമ്മുടെ വളരെ ചെറിയൊരു ചാനലായതുകൊണ്ടും അധികം ആളുകൾ കാണാത്ത ചാനലായതുകൊണ്ടും നമ്മളധികം പബ്ലിസിറ്റി ഒന്നും കൊടുക്കാത്തതുകൊണ്ടും ഇത് അധികം ആളുകളിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് തോന്നുന്നു 2016 കാലഘട്ടങ്ങളിൽ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇപ്പം ആ സമയം തൊട്ട് ഞാൻ പല പേഷ്യൻസുമായിട്ട് കൗൺസിലിങ്ങിൽ ഏർപ്പെടുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വില്ലനെ വിരൽ ചൂണ്ടി കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രിൻഡർ ആപ്പ് തന്നെ ആയിരിക്കും. കാരണം നമുക്ക് വരുന്ന ഭൂരിപക്ഷം ബൈസെക്ഷുവൽസ്, ഗെയ്സ്, അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ക്ലയൻസിനോട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും എല്ലാവരും ഫൈനലി എത്തിച്ചേരുന്നത് എനിക്ക് ഇൻഫെക്ഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ടാക്കിയ ഒരു ആപ്പ് എന്നുള്ളത് ഗ്രിൻഡർ തന്നെയാണ്. കാരണം അതിനകത്ത് സ്വകാര്യരാഗികളാണ് കൂടുതൽ അത് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് യാതൊരുവിധ മുൻപരിചയം ഇല്ലാത്ത ആളുകളുമായിട്ട് ആണ് നമ്മൾ ബന്ധപ്പെടുക. അവർക്കൊക്കെ മൾട്ടി പാർട്ട്നേഴ്സ് ഉണ്ടാവും. അപ്പം ഇത് ഹൈ ചാൻസ് ആണ്, ഹൈ റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ആപ്പിനെ കൃത്യമായിട്ട് മുൻകൂട്ടി വാൺ ചെയ്തത്.